ജന്തർ മന്ദർ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് CJP നിലപാട്. ഡൽഹിയിൽ പോലീസ് അതിക്രമത്തിനിരയായ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് രാജ്യവ്യാപക സമരത്തിന് ആഹ്വാനം. ഒരു ജില്ല, ഒരു ദിവസം, ഒരു ആവശ്യം എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന് CJP. ജന്തർ മന്ദറിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്തും ഷബ്ന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് ഇന്നും യാതൊരു അയവും വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്, പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വന്നിട്ടും അവർ പ്രതിഷേധം കനപ്പിക്കുക തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴുള്ള നടപടിയിൽ യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധം ഇവർ ഉന്നയിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. ഈ രാജിയിൽ കുറഞ്ഞ് മറ്റൊരാവശ്യവും ഇവർക്കില്ല എന്ന് തന്നെ ഇപ്പോഴും ഈ വിദ്യാർത്ഥികൾ ആവർത്തിക്കുകയാണ്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് അബൌട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് പോസ്റ്റ്? I think his remarks on paper leak and he's saying about we are creating fast tracks to tackle this leak paper. So I think his statements are vague because there is nothing about the resignation of the education minister. നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റിസൈൻ ചെയ്യണം. പക്ഷേ ആ പുള്ളി റിസൈൻ ചെയ്യുന്നില്ല. അതിന് പകരം ഇവർ പറയുന്നത് ഫാസ്റ്റ് ട്രാക്ക് ആക്കാം എന്നൊക്കെയാ. ബട്ട് അതിനും ഫാസ്റ്റ് ട്രാക്ക് ഇതുവരെയൊന്നും കണ്ടിട്ടില്ല. 2-3 ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. என்ன ஸ்பெகுலேஷனாக இருந்தாலும் இப்போதைக்கு ஸ்டூடெண்ட்ஸ்க்கு பாசிட்டிவாக தான் வந்து சொல்லுவாங்கன்னு நம்ம எதிர்பார்க்குறோம். ஏன்னா இவ்வளோ ஒரு ப்ரொட்டஸ்ட் இது இந்தியாவிலே இப்போதைக்கு இது ஒரு ரொம்ப ஹைப்பாக இருக்குது. ஸ்டூடெண்ட்ஸோட வாய்ஸ் ரைஸ் ஆகுது. அதுக்காக வந்து எனி பவர் ஃப்ரம் த ஸ்டூடெண்ட் தான். இங்கேருந்து தான் அது அங்கே போகணும். ஸோ நம்மளுக்கு சாதகமாக ஸ்டூडेंट्सக்கான ஒரு விஷயமா தான் இது पॉजिटिव आउटकम இருக்கும்னு वी बिलीव. अनशन तोड़ने का जो उन्होंने अपील किया, मुझे लगता है ये कैलकुलेटेड मूव है उनका, थोड़ा सा इसको दबाने के लिए. लेकिन ये जो जेंजी और ये जो युवा हैं, हम लोग उज्जैन से आए हुए हैं, MP उज्जैन से आए हुए हैं, तो मुझे नहीं लगता कि ये लोग मानेंगे. धर्मेंद्र प्रधान को अपना इस्तीफा देना ही होगा, किसी भी कीमत पे देना होगा. വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പല ആളുകൾ ഇവിടെ എത്തി സംഘടിച്ച് മുദ്രാവാക്യം വിളിയോടുകൂടി സ്റ്റേജിനടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ഇവരുടെ ആവശ്യം ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസിന് ഇവർ തയ്യാറല്ല എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പലരും അത്തരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നതും. ഈ വിദ്യാർത്ഥികൾ ഇന്നലെയും ഉള്ള അതേ ആവേശത്തോടു കൂടി തന്നെയാണ് ഇന്നും ഇപ്പോൾ ഈ പരിസരത്ത് തടിച്ചുകൂടിയിട്ടുള്ളത്. നിരവധി വിദ്യാർത്ഥികൾ ഇന്നും എത്തിയിട്ടുണ്ട്. സ്റ്റേജിൽ ഇപ്പോൾ നമുക്കറിയാം, ഈ രാവിലെ തന്നെ ഇത്രയും കുട്ടികൾ ഇവിടെ സംഘടിക്കുന്നു. അവർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇവർ തന്നെ പറയുന്നത് ഇവർക്ക് വലിയ പ്രതീക്ഷയില്ല ഈ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളിൽ. കാരണം ഇവർ കോംപ്രമൈസിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ പോലും ഇവർ ഉന്നയിക്കുന്ന ആവശ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇതിൽ നടപടി സ്വീകരിക്കണം എന്ന് തന്നെ ഈ വിദ്യാർത്ഥികൾ ആവർത്തിക്കുകയാണ്. ഇന്നിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് പോയാൽ തന്നെ അതിൽ ഇവർ ഉന്നയിക്കുന്ന വാദം അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന കാര്യം തന്നെ നടപ്പാക്കണം. കാരണം ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണമെങ്കിൽ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. അത് വേണം എന്ന് തന്നെ വിദ്യാർത്ഥികൾ പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇന്നും ഏതെങ്കിലും തരത്തിൽ ഈ വാങ്ചുങ് നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി വീഡിയോ പോസ്റ്റ് ചെയ്തു. കേന്ദ്രമന്ത്രിമാർ ഈ വിഷയത്തിൽ ഇടപെട്ടു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇത് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തും എന്ന ഒരു പ്രതീക്ഷ നിലവിലില്ല. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരം ചർച്ചകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷം കൂടി ഇന്നലെ ഇടപെട്ട ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ കൂടുതൽ ആവേശത്തിൽ തന്നെയാണ് ഇന്നും ജന്തർ മന്ദറിൽ സമരം നടത്തുന്നത്.